ഫോട്ടോഷോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഒരു ചിത്രം തുറക്കുന്നതാണ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഇവിടെ ഈ കാണുന്ന ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ എന്നത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഫയലിലേക്ക് പോവാം. നോർമലി നിങ്ങൾക്ക് ചിത്രം കാണാനാകുന്നത് മൈ ഡോക്യുമെൻറ്റ്സിൽ മൈ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലായിരിക്കും ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ചിത്രങ്ങൾ സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. ഈ മൈ പിക്ചേഴ്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സാമ്പിൾ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലായിരിക്കും നിങ്ങളുടെ ചിത്രങ്ങൾ പരമാവധി ഉണ്ടായിരിക്കും. ഇനി അഥവാ മറ്റ് സ്പേസുകളിലാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് വയ്ക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ സി ഡി ഡ്രൈവിൽ കുറച്ച് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ആ സി ഡി ഡ്രൈവ് എടുക്കാനായിട്ട് മൈ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക. പിക്ചേഴ്സിൽ ഇവിടെ ആ സി ഡിയുടെ പേരാണ് ഇവിടെ ഇതിൽ കാണാൻ പറ്റും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചിത്രങ്ങളായിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫ്ലവേഴ്സ് എന്നുള്ള ചിത്രങ്ങൾ തുറന്നുകൊണ്ട് ചിത്രങ്ങളുടെ ഐക്കൺസ് ആണ് ഈ കാണുന്നത്. ഇതിൽ ചിത്രങ്ങൾ നമുക്ക് ഓരോ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ ചിത്രത്തിൻ്റെ ഏതാണ്ട് ഒരു ചെറിയ രൂപം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് തുറക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ചിത്രങ്ങൾ കാണിക്കുന്ന, അതായത് ഇവിടെ നിന്ന് തന്നെ എല്ലാ ചിത്രങ്ങളും കാണിക്കാനുള്ളൊരു സംവിധാനമാണ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തമ്പനെയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ചിത്രങ്ങളെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലെ മറ്റ് വ്യൂസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ ഇത് കണ്ടോ, നമുക്ക് ആവശ്യമുള്ള ഒരു ചിത്രം സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇനി ഓപ്പൺ ചെയ്യുക, അപ്പോൾ അത് തുറന്നു വരും. ഇവിടെ അതുപോലെ തന്നെ ടാബ് ഇവിടെ കൂടിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് കീബോർഡിൽ മൗസ് ഉപയോഗിക്കാതെ കീബോർഡിൽ കൺട്രോൾ അമർത്തി പിടിച്ചുകൊണ്ട് ഓ എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. അതും പരിചയിക്കുക, കമാൻഡ് കീസും പരിചയിക്കുക. ഇവിടെ കണ്ടില്ലേ, ഓരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് തുറന്നു കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ കുറേ ചിത്രങ്ങൾ തുറന്നിട്ടുണ്ട്. ഇനി നോക്കുക, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് അടുത്തടുത്ത ചിത്രങ്ങളല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെയുള്ള ചിത്രമാണ് വേണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ആദ്യം ഒരെണ്ണം സെലക്ട് ചെയ്യുക, അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. ഇതുപോലെ അടുത്തടുത്തല്ലാത്ത ഫയലുകളെ, അതിനെ നോൺ അഡ്ജസൻറ്റ് ഫയൽസ് എന്നാണ് പറയുക. അങ്ങനെ സെലക്ട് ചെയ്യുക, കീബോർഡിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഫയൽസ് നമുക്ക് തുറന്ന് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഈ തുറന്ന് ലഭിച്ച ഫയലുകളിലേക്ക് പോകാനായിട്ട് അതിൻ്റെ ടാബുകളിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫയലുകൾക്കായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ടാബ് കാണുന്നില്ലെങ്കിൽ ഈ കാണുന്ന ചേവ്രോൺ, ഈ ഏരോയ്ക്ക് ചേവ്രോൺ എന്നാണ് പറയുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ചിത്രങ്ങളുടെ ഇത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ തുറന്നു വെച്ച എല്ലാ ചിത്രങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ കാണുന്ന ചിത്രമാണ് ഇവിടെ ഈ കാണുന്ന എന്താ പറയുക, ഒരു ടിക്ക് മാർക്കോടുകൂടി കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. മറ്റ് ചിത്രങ്ങളുടെ പേരാണ് ഈ കണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുക, കണ്ടോ, ഏത് ചിത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തുറന്നിട്ട് കാണാനായിട്ട് സാധിക്കും.